നമസ്തേ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ വേദസേ സീതായാം പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമ, നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ബാലകാണ്ഡത്തിലെ അയോധ്യാകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. ത്വൽപാദ സേവാർത്ഥമായിന്നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളുകവനെന്നുമേ. മോദാലതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവിനല്ലായിൽ എണാങ്കതുല്യവദനാരഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരനെങ്ങോ മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും. സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മനസ്സേ. ഖേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും. ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പോറാതോളം ആസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു.
സത്യമോ ചൊൽക ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമൂർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്വീകുല മൗലിമാലികേ കേൾക്ക നീ, മന്നവൻ കേകയപുത്രിയാമമ്മയ്ക്കു മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൻ അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ, ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു. താതനതുകൊണ്ടു ഞാനിന്നു പോകുന്നു ദണ്ഡകാരണ്യേ 14 വത്സരം. ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ, നീ അതിനേതും മുടക്കം പറകോല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടോരു രാകാശശിമുഖി താനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ, പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കേണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടും ചൊല്ലിയിടിനാൻ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവ്യാകര സൂകര സൈരവ വാരണ വ്യാള ഭല്ലൂകവൃഗാദികൾ, മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ. സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം, നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയുണ്ടാ ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്വമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാപൂപാന്നപാനാദി സന്മധുരക്ഷീരങ്ങളൊരു നേരവും. നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും, നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലാഞ്ഞിടുവാൻ. ശീതവാത താപപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളോരു രാക്ഷസരെ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക വന്നിടുവിൻ 14 സംവത്സരം. ചെന്നാൽ അതിനുടനില്ലൊരു സംശയം, ശ്രീരാമവാക്യം കേട്ടോരു വൈദേഹിയും ആരൂഢതാവേന പിന്നെയും ചൊല്ലിനാൻ, നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ. പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ, നിന്നുട സന്നിധോ സന്തതം വാണിടുമെന്നെ, മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ. വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോമമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടോല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം, ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോട പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസനത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ.
എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെടുന്നള്ളുകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതും കേട്ടോരു മന്നവൻ മന്ദസ്മിതം പുണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട അരുന്ധതിക്കായി കൊണ്ടു ചെയ്യുക നീ ജാനകി. ഹാരാതിഭൂഷണമൊക്കവേ ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുകെന്ന് അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കും സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കു കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകൻ ആശീർവചനവും ചെയ്തിരു. താപസന്മാരും ദ്വിജന്മാരും പെയ്തു ചെയ്തിടുന്നിതശ്രുഗണങ്ങളും ജാനകീദേവിയും അമ്പോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തടവിയെ മായാവിഹീന വീവണ്ണമുറപ്പിച്ചു പോയാൽ എങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസീധരിച്ചുകൊണ്ട് ആദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളേഭരൻ രാഘവൻ കാമദേവോപവൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി. നാനാജഗത ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തോ സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൻ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ. കഷ്ടമെന്തിങ്ങനെ വന്നതോ ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്രം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലെയോളവും. ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയപുത്രിക്കു രണ്ടുവരം നൃപൻ ഏകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നു. ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ. രാഘവനെ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം
വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവമരുൾ ചെയ്തിതന്നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. രാമ സീതാ രഹസ്യം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ കോമളഗാത്രിയാം ജാനകീ മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്ദൻ ജനകജ. ലക്ഷ്മി ഭഗവതി ലോകമായ പരാമായ ഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചം സ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനോ ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാദോനിധിമതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായ കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു വൃഷ്ടിയായി തേറ്റമേൽ ചോടിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്രാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൊരു മഹാബലിയോടു ചെന്ന് അർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുവിവൻ ധാത്രീസുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതവരനായി പിറന്നീടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ദരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയ കാരണതിക്കാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. നക്തഞ്ജരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ രാമ രാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതോ നിർണയം. ദുഃഖസൗഖ്യാദി കൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരകുത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു
ഭക്തപ്രിയൻ പിറന്നിടിനാൻ മുതലേ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവാവചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായോരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയിയാകിയ മാതാവു തന്നോടും. ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമിക്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതോ വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയും സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ലക്ഷ്മണോപദേശ ഭാഗവും അതുപോലെ തന്നെ രാമസീതാരഹസ്യ ഭാഗവുമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. അതിൽ 2 വരം നൽകിയതിൻ്റെ ഭാഗമായി കേകയപുത്രിക്ക് 2 വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നു ഭരതൻ വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം. അങ്ങനെ ശ്രീരാമൻ വനവാസത്തിന് പോകാൻ തയ്യാറാകുന്ന സമയത്ത് എല്ലാവർക്കും വളരെ വളരെ പ്രയാസങ്ങൾ തുടങ്ങിയ സമയത്ത് രാമസീതാ രഹസ്യത്തെക്കുറിച്ച് പറയുകയാണ്. രാമനെ ചിന്തിച്ച് ആരും ജീവിതത്തിൽ സങ്കടപ്പെടേണ്ടതില്ല. കാരണം രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതുപോലെ തന്നെ ലക്ഷ്മണൻ എന്ന് പറയുന്നത് അനന്തനാണ്. അതുപോലെ ജനകജ സീതാദേവി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് മായാഗുണങ്ങളെ താൻ അവതരിച്ച് ഭേദം ശരീരം മാറിക്കൊണ്ടിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് രാമനെ ചിന്തിച്ചാരും വിഷമിക്കേണ്ടതില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഭഗവാന് അസംഖ്യം അവതാരമുണ്ട്. ആ അസംഖ്യം അവതാരത്തിൽ 10 അവതാരങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹയഗ്രീവനെ കൊന്ന് വേദാവിനാക്കി കൊടുത്തത്, വേദങ്ങളെല്ലാം ഹയഗ്രീവൻ അപഹരിച്ച വേദങ്ങളെ ഹയഗ്രീവനെ വധിച്ച് ഭഗവാൻ ദേവന്മാർക്ക് വേദങ്ങൾ കൊടുത്തതും, അതുപോലെ തന്നെ നരസിംഹരൂപം എടുത്തതും, അങ്ങനെ വാമനനായി അവതരിച്ചതും, അങ്ങനെ എല്ലാ അവതാര കഥകളെക്കുറിച്ചും അവിടെ അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം രാമനെക്കുറിച്ചാരും ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുകയും തുടർന്ന് വനയാത്രയുടെ ഭാഗത്ത് പറയുന്നുണ്ട്, രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അപ്പം രാമമന്ത്രം ചൊല്ലിയാൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ അവിടെ പറയാണ്, നിത്യവും രാമമന്ത്രം ജപിക്കുന്നവർക്ക് മൃത്യുഭയാദികളൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗത്താണ് ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.